ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമി അപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു കേക്ക് 3-4 പ്രാവശ്യം ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ആദ്യത്തെയൊക്കെ പ്രാവശ്യം ചെയ്തപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഫ്ലോപ്പായി പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയുടെ അവസാനം ബ്ലോപ്പേഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഇതിന് വേണ്ടിയിട്ടൊരു കാരമൽ സോസാണ് തയ്യാറാക്കുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കാരമലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മെൽറ്റായി കഴിഞ്ഞാൽ ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ്. ഇതൊരു 1/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും ചൂടാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായി കഴിഞ്ഞാൽ ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷും കാരമൽ സോസും ഒക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു കേക്കിന് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതേപോലെയുള്ള ഒരു ഗ്ലാസ് ഷീറ്റാണ്. ഇത് ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന ഷീറ്റാണ്. ഇത് നമുക്ക് എല്ലാ ബേക്കിംഗ് ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. ഇത് A4 ഷീറ്റിൻ്റെ വലുപ്പത്തിലാണ് ഉണ്ടാവുക. ഞാനിത് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു ഷീറ്റിന് 5 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഒരു പ്ലേറ്റിന് നടുവിലായിട്ട് ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പം വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും തണുത്ത വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് സെക്കൻഡ് ലെയർ ബ്രെഡ് പീസും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രെഡിന് പകരമായിട്ട് സ്പോഞ്ച് കേക്ക് ഉപയോഗിക്കാം. ചോക്ലേറ്റോ വാനിലോ ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ ഒരു ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയാൽ മതി. അതേപോലെ ക്രീമിന് പകരമായിട്ട് ഓരോ ലെയറിൽ ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ ഐസ്ക്രീമാണ് ഒരു ലെയറിൽ കൊടുത്തത്, പിന്നെ വിപ്പിംഗ് ക്രീം. അപ്പോൾ നല്ല ടേസ്റ്റാണ് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ 4 ലെയർ കേക്കും വെച്ചതിന് ശേഷം നമ്മൾ ആ ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ടൈറ്റായിട്ട് തന്നെ വെക്കുക. എന്നിട്ട് സൈഡിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിൽ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ ഇതേപോലെ നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. ഇനി കുറച്ച് കടലമിഠായി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ് ഷീറ്റ് അങ്ങ് മെല്ലെ ഒന്ന് ഉയർത്തി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ ആ ഉള്ളിലുള്ള ആ ഗനാഷൊക്കെ അങ്ങ് ഒലിച്ച് ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ വീഴുന്നത് കൊണ്ടാണ് ഇതിന് പുൾമി അപ്പ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇത് എന്താകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഒരു സന്തോഷ പ്രകടനമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ആ ഗനാഷും നട്ട്സും ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ ഫ്ലോപ്പായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ ഗനാഷ് കുറച്ച് തിക്കായിപ്പോയി, അതുകൊണ്ട് അങ്ങ് ഒലിച്ചിറങ്ങിയിട്ടില്ല. പിന്നെ ഇതിൽ ചെയ്യുന്നത് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഒരു ലെയർ ക്രീമും പിന്നെ സ്ട്രോബെറി ഐസ്ക്രീമും വെച്ചിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കുക.
ഇതിൽ കേക്കിൻ്റെ ലെയർ മൊത്തത്തിൽ അങ്ങ് വീണുപോയി. പക്ഷെ കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഐസ്ക്രീം ചേർത്ത് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.